ഐഷംസ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഗതാഗത ആശയവിനിമയ മാർഗ്ഗങ്ങൾ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. അതും നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗതാഗത മാർഗ്ഗങ്ങൾ ഏതാണെന്ന്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കൃത്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കും. അതിന്റെ അഡ്വാൻറ്റേജസും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ആദ്യത്തേതാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം അല്ലെ. ഓക്കെ, സോ ആദ്യത്തേതാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ലാൻഡ് ട്രാൻസ്പോർട്ട്, കരഗതാഗതം. രണ്ടാമത്തത് നമുക്ക് എന്തുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതവും. മൂന്നാമത്തത് എയർ ട്രാൻസ്പോർട്ട്, വ്യോമഗതാഗതവുമാണുള്ളത്. ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അത് റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടുമാണ്. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാ വരിക, നമ്മുടെ കാറ്, ബൈക്ക് ഒക്കെ. ഇനി റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ആണ് അല്ലെ. ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് രണ്ടെണ്ണമുണ്ട്, ഉൾനാടൻ ഗതാഗതവും അതേപോലെ കടൽ സമുദ്ര ഗതാഗതവും. ഉൾനാടൻ ഗതാഗതത്തെ നമ്മൾ മെറിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ഇതിലാണ് നമ്മളെ ചെറിയ ബോട്ടുകളൊക്കെ വരുന്നത് കേട്ടോ. ഇനി വലിയ ഷിപ്പ് ആണെങ്കിലോ അതിനെയാണ് നമ്മൾ കടൽ സമുദ്ര ഗതാഗതം, സീ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഈസി അല്ലേ. ഇനി മൂന്നാമത്തത് എയർ ട്രാൻസ്പോർട്ട്, വ്യോമ ഗതാഗതവും. എങ്ങനെയുണ്ട്, രണ്ടെണ്ണം ഉണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്തിനകത്തുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, നാഷണൽ എയർവേസ് എന്നും. ഇനി പുറത്തുകൂടെയുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ളതാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ എന്നുമാണ് പറയുന്നത്. അന്തർദേശീയ വ്യോമഗതാഗതം എന്നുമാണ് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇതിന്റെ തന്നെ നിങ്ങളോട് ചോദിക്കുക അഡ്വാൻറ്റേജസ് എന്താണെന്ന്. അത് ഓരോന്നും സിമ്പിൾ ആയിട്ട് മിസ് ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 പോയിന്റ്സ് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം റോഡ് ട്രാൻസ്പോർട്ട്, റോഡ് ഗതാഗതത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അല്ലെ. അപ്പൊ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ചെലവ് വളരെ കുറവാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും എന്താണ്, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ചുരുങ്ങിയ ദൂരത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും റോഡ് ട്രാൻസ്പോർട്ട് ആണ്. ആൻഡ് ഓൾസോ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ളതും. ഈ ബസ്സിലും ജീപ്പിലൊക്കെ പോകാനല്ലേ, അല്ലാതെ ഫ്ലൈറ്റ് പിടിച്ച് പോകാനാണോ? അല്ല. അപ്പൊ ഈസി ആയിട്ടുള്ളതാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത രീതിയാണ്, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പൊല്യൂഷൻ ലെവലും വളരെ കുറവായിരിക്കും. നമുക്ക് പുകകളൊന്നും എന്തുണ്ടാവില്ല ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ടിൽ കാണില്ല. ഇനി കാർഗോ കപ്പാസിറ്റി, ചരക്കുകളൊക്കെ ഈ കച്ചവടത്തിനൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏതാണ്, നമ്മളുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. വിദേശ വ്യാപാരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും നമ്മളുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. ഇനി നോക്കാനുള്ളത് എയർ ട്രാൻസ്പോർട്ടിന്റെ ഗുണങ്ങളാണ് അല്ലെ. ഇത് നമുക്ക് പറയാം ഏറ്റവും സ്പീഡിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ, നമ്മുടെ വ്യോമ ഗതാഗതമാണ്. അപ്പൊ നമ്മുടെ നാഷണൽ ഡിഫൻസ് സർവീസിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വ്യോമ ഗതാഗതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 3 പോയിന്റ്സ് എങ്കിലും ഓരോന്നിന്റെയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നിങ്ങളോട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക എന്താ അറിയോ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസി എന്താണ്, ഇപ്പം ഐഷമിസും അവന്യാമിസും സംസാരിക്കുകയാണെങ്കിൽ അത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, വ്യക്തിഗത ആശയവിനിമയമാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കുട്ടികളോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഹുജന ആശയവിനിമയം എന്ന്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ടൂൾസ് ഏതാണെന്നായിരിക്കും എക്സാമിന് നിങ്ങളോട് ചോദിക്കുക. ആ ടൂൾസ് കൂടെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സംഗതി സെറ്റ് ആണ്. ഓക്കെ, സോ ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ മോർ എന്ന് കമന്റ് ചെയ്യുക.